നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. BSNL തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 2 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തിയത്. സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ താരം ജോജി മുണ്ടക്കയം നിർവഹിച്ചു. കോതമംഗലത്ത് പുതിയതായി അനുവദിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തന സജ്ജമായി. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. BSNL 25ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം കോതമംഗലം BRCയുടെ നേതൃത്വത്തിൽ ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കോതമംഗലം ടൗൺ യൂണിറ്റ് ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി. പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. BSNL തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 2 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തിയത്. 180-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സര വിജയികളായ 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ താരം ജോജി മുണ്ടക്കയം നിർവഹിച്ചു. BSNLന്റെ 25ാം രൂപവൽക്കരണ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിലാണ് മത്സരം നടത്തിയത്. അഞ്ച് മുതൽ 10 വയസ്സ് വരെയും 10 മുതൽ 15 വയസ്സ് വരെയുമുള്ള 2 വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. 150-ലധികം കുട്ടികൾ പങ്കെടുത്തു. തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മത്സര വിജയികളായ 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ജോജി മുണ്ടക്കയം നിർവഹിച്ചു. ആകാശവാണി പോലെ നമ്മുടെ തപാൽ വകുപ്പ് പോലെ നമ്മുടെ ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ ഗൃഹാതിരത്വത്തിൻ്റെ ഓർമ്മകൾ തരുന്ന നമുക്ക് എല്ലാ കാലത്തും നിത്യജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വലിയ ലോകത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചു തന്ന ഒരു മേഖലയാണ് ഇന്ന് BSNL ടെലികോമാണ്. പിന്നീടാണ് BSNL 2010 വരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ആദ്യം ഫോൺ വന്ന ദിവസമൊക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവുന്നതല്ല. ആദ്യമായി വീട്ടിൽ ഫോൺ വരുന്നു, പുറലോകത്തേക്കുള്ള ഒരു വാതിൽ. അന്ന് എൻ്റെ നാട്ടിൽ വെറും 4 വീടുകളിലായിരുന്നു ആദ്യം ഫോൺ ഉണ്ടായിരുന്നത്. എൻ്റെ തറവാട്ട് വീടുകളുണ്ടായിരുന്നു. ഞാൻ വെറും 4 വീടുകളിലായിരുന്നു കരുനിലം എന്ന് പറയുന്ന എൻ്റെയും സോണിസാറിൻ്റെയൊക്കെ സ്ഥലത്ത്. BSNL ഡെപ്യൂട്ടി മാനേജർ ML ചന്ദ്രശേഖർ, ഡിവിഷണൽ എഞ്ചിനീയർമാരായ അശോക് LR, സോണി കുര്യൻ, ഗോപി VK, T ശിവശങ്കരൻ, കൺവീനർ സീന സേമൺ തുടങ്ങിയവർ സംസാരിച്ചു. From Idiki. This time we are conducting for Idiki district. Like earlier we used to conduct in Ernakulam. This time our PGM sir has given the privilege to conduct in Idiki for this Idiki district. So that's why we are getting good response from our students, and our students participated. I think 200 students registered. Now I think we may get around 120 people participated now. So it is started by 10 o'clock and it will end by 12 o'clock, and prize distribution by
1 o'clock. So we are giving even special children also coming, this mentally retarded schools, the Pratisha school. They have also participated, 4 participants coming from the Pratisha school. So we are happy to see that. So they are also taking part of this program. So we are getting good response from our... ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലത്ത് പുതിയതായി അനുവദിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തന സജ്ജമായി. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഫോറസ്റ്റ് റേഞ്ചുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് ഉതകുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ MLA ഫണ്ട് വിനിയോഗിച്ച് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി MLA പറഞ്ഞു. കൂടാതെ കന്നി 20 പെരുന്നാളിന് മുന്നോടിയായി വന്യജീവി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചതായും വ്യക്തമാക്കി. വന്യമൃഗശല്യം ഫലപ്രദമായി തടയുന്നതിനായി കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവദിച്ച പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം ആരംഭിച്ചു. പുന്നേക്കാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ വെച്ച് MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ചില സമയങ്ങളിൽ വരുന്ന ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ആക്ഷേപമായിട്ട് ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിയമം എന്ന് നടപ്പിലാക്കുന്നത് എന്നുള്ള നിലയിൽ പലപ്പോഴും പറയാറുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കകത്തും ചുരുക്കം പേരെങ്കിലും പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാറില്ല എന്നുള്ളത് വ്യക്തിപരമായി ഞാനും പല മന്ത്രിയടക്കം പങ്കെടുക്കുന്ന യോഗങ്ങളടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ 24 മണിക്കൂറും RRT ടീമിന്റെ സേവനം ഉറപ്പുവരുത്തുകയും ആവശ്യമായ പ്രതിരോധ ഉപകരണങ്ങളും ആവശ്യമായ ജീവനക്കാരെയും RRT ടീമിന്റെ ഭാഗമായി നിയമിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രെഞ്ച് ഹാങ്ങിംഗ്, ഫെൻസിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു. മുഴുവൻ പ്രവർത്തികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഫോറസ്റ്റ് റേഞ്ചുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുതകുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ MLA ഫണ്ട് വിനിയോഗിച്ച് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കന്നി 20 പെരുന്നാളിന് മുന്നോടിയായി വന്യജീവി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചതായും വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഹൈറേഞ്ച് സർക്കിൾ CCFR അരുൺ, IFS കോതമംഗലം DFO PU സാജു, IFS കോതമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PA ജലീൽ, കാളിയാർ, മുള്ളരിങ്ങാട്, തൊടുപുഴ എന്നിവിടങ്ങളിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ, വാർഡ് മെമ്പർ ജിജോ ആന്റണി, വനസംരക്ഷണ സമിതി ഏലിയാസ്, വൈസ് പ്രസിഡന്റ് ബീന റോജോ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VC ചാക്കോ, KO കുര്യാക്കോസ്, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, എലഫന്റ് വാച്ചർമാർ, ചേലമല VSS അംഗങ്ങൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സേവനത്തിനായി 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് 8547601331 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. BSNL തൊടുപുഴയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിലാണ് 2 വിഭാഗങ്ങളിലായി മത്സരം നടത്തിയത്. 150-ലധികം കുട്ടികൾ പങ്കെടുത്തു. വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ കുട്ടികൾ വരച്ചു. അരുൺ അരിക്കുഴ പകർത്തിയ കാഴ്ചകളിലേക്ക്. സമഗ്ര ശിക്ഷ കേരളം കോതമംഗലം BRCയുടെ നേതൃത്വത്തിൽ ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോട്ടപ്പടി, പോത്താനിക്കാട്, കവളങ്ങാട് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങിൽ വെച്ച് കുട്ടികൾക്ക് ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ഓണക്കിറ്റും വിതരണം ചെയ്തു. കവളങ്ങാട് പഞ്ചായത്തിൽ നടത്തിയ ഓണാഘോഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ഷൈജൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം കോതമംഗലം BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി ഓണച്ചങ്ങാതി എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കവളങ്ങാട് പഞ്ചായത്തിൽ ബേസിൽ ജോബിയുടെ വീട്ടിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഊന്നുകൽ NFHSS പ്രധാന അധ്യാപിക ഷിജ മാത്യു, റിജിൽ ജോയ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ ലേഖ S, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ഷൈജൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി പഞ്ചായത്തിൽ 7-ാം വാർഡിൽ
സയന സനൽ, 10ാം വാർഡിൽ അവന്തിക അനൂപ് എന്നിവരുടെ വീട്ടിലും ഓണാഘോഷങ്ങൾ നടത്തി. കുട്ടികൾക്ക് ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. BPC സിമി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ ജിജി സജീവ്, അമൽ വിശ്വം, GLPS കോട്ടപ്പടി നോർത്തിലെ പ്രധാന അധ്യാപികയായ ഷാലി VM എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. പോത്താനിക്കാട് പഞ്ചായത്തിൽ 10ാം വാർഡിൽ താമസിക്കുന്ന അനന്തു ബിജുവിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഓണച്ചങ്ങാതിയിൽ ഓണക്കോടി, ഓണക്കിറ്റ് എന്നിവ കൈമാറി. കുട്ടികൾക്കും അധ്യാപകർക്കും ഒന്നിച്ച് ഓണപ്പൂക്കളം ഒരുക്കി ഓണപ്പാട്ടുകളും പാടി ആഘോഷിച്ചു. ബിനു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ, PTA പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. BSNL 25ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു. അമൽ ബിജു, ബിബിൻ രാജു, ലിജോ ഫിലിപ്പ് എന്നിവരാണ് പങ്കെടുത്തത്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർ വരച്ച ചിത്രങ്ങൾ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു. അരുൺ അരിക്കുഴ പകർത്തിയ കാഴ്ചകളിലേക്ക്. കോതമംഗലം കോഴിപ്പള്ളി ചക്കാലക്കുടിയിൽ മാർ ബെസേലിയോസ് ബാവയുടെ വാർഷിക പെരുന്നാളിന് കൊടികയറി. മാർത്തോമ ചെറിയ പള്ളി വികാരി ജോസ് പരത്തുവയലിൽ കൊടികയറ്റി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം കോഴിപ്പള്ളി ചക്കാലക്കുടിയിൽ മാർ ബെസേലിയോസ് ബാവയുടെ വാർഷിക പെരുന്നാളിന് കൊടികയറി. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടികയറ്റി. സഹവികാരിമാരായ ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടിയിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ഏലിയാസ് പൂമരത്തിൽ, ഫാദർ ബേസിൽ ജോസഫ് ഇട്ടിയാണിക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ചക്കാലക്കുടി ചാപ്പലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ചാപ്പലിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് 339 വർഷം മുമ്പ് മഹാപരിശുദ്ധനായ ബസേലിയോസ് സെൽദോബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ ഈ പ്രദേശത്ത് വന്ന് വിശ്രമിച്ച് ആദ്യമായി കോതമംഗലത്ത് അത്ഭുതം ചെയ്തു എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ച് വഴിപാടുകൾ അർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധ ബാവായുടെ തിരുശേഷിപ്പ് ഈ ചാപ്പലിൽ സ്ഥാപിതമായിരിക്കുന്നു. വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിൽ ഈ ചാപ്പൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ ആരാധന നടന്നു വരികയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാപരിശുദ്ധനായ ബസേലിയോസ് സെൽദോബാവയോടൊപ്പം മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന മാർ ഹിദായത്തുള്ള ബാവായുടെ നാമത്തിൽ ഇന്ന് ഇവിടെ കോതമംഗലം മേഖലയുടെ മെത്രാപ്പോലീത്ത അഭിയുന്ന ഏലിയാസ് മാർ യൂനൂസ് തിരുമേനി കൽക്കുരിശ് സ്ഥാപിച്ചത് പരിശുദ്ധ സഭയെ ഇന്നത് ഉദാശ ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ദിവസമാണിന്ന്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കോതമംഗലം ടൗൺ യൂണിറ്റ് ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി. പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ ഭാരവാഹികളെ അനുമോദിച്ചു.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതിയുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷവും മെന്റർ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KC ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിംഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശ ലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് EV ജോണി, കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് NB നൌഷാദ്, ട്രഷറർ KK വിശ്വനാഥൻ, ഫൗസിയ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ജില്ലാ ഭാരവാഹികളെ അനുമോദിച്ചു. വനിതാ വിംഗ് അംഗങ്ങളുടെ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ EM ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കഴിഞ്ഞ ദിവസം നിര്യാതനായ ആലക്കോട് കല്ലിടുക്കൽ ജോയിയുടെ സംസ്കാരം കലയന്താനി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി, കലയന്താനി കർഷക ഓപ്പൺ മാർക്കറ്റ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഒറ്റമൂലി നാട്ടുചികിത്സയിലൂടെയും പ്രശസ്തനായിരുന്നു. കൊടിയ തലവേദന കൊണ്ട് വിഷമിച്ച അനേകർക്ക് അദ്ദേഹത്തിന്റെ ഒറ്റമൂലി ചികിത്സ ആശ്വാസമേകിയിട്ടുണ്ട്. യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെയാണ് ഈ ചികിത്സ നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറിയും കലയന്താനി കർഷക ഓപ്പൺ മാർക്കറ്റ് പ്രസിഡന്റുമായിരുന്ന ആലക്കോട് കല്ലിടുക്കിൽ ജോയിയുടെ ഒറ്റമൂലി ചികിത്സ വളരെ പ്രസിദ്ധമായിരുന്നു. കടുത്ത തലവേദന കൊണ്ട് വിഷമിച്ച അനേകം ആളുകൾക്ക് ആശ്വാസമാവുകയായിരുന്നു ജോയി ചേട്ടൻ. രോഗി മുൻകൂട്ടി അറിയിക്കുന്നതിന് പ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ട് സൂര്യനുദിക്കുന്നതിന് മുമ്പായി നെറുകയിലിടുന്നതാണ് ചികിത്സ. ഒറ്റത്തവണ മാത്രം മരുന്നിട്ടതിനു ശേഷം വർഷങ്ങൾ പഴക്കമുള്ള തലവേദന വരെ പൂർണ്ണമായും മാറിയതായി അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു. യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെയായിരുന്നു ജോയി ചേട്ടന്റെ ഈ ഒറ്റമൂലി ചികിത്സ. രോഗാവസ്ഥ മൂർച്ഛിക്കുന്നതിന് മുൻപ് വരെ ഈ ചികിത്സ തുടർന്നു പോന്നിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിയിരുന്നു. സംസ്കാരം കലയന്താനി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പള്ളത്തിലെ പ്രാർത്ഥന അവസാനിച്ച് നമുക്ക് ദേവാലയത്തിലേക്ക്. നാട്ടിൽ നിത്യവിരുന്നിൻ നടയട്ടെ ഞാൻ. ഏത് ഉൽപ്പന്നവും ധൈര്യത്തോടെ കൊണ്ടു ചെല്ലാമെന്നും അതിന് പരമാവധി വില ഉറപ്പാക്കുവാനുള്ള സജ്ജീകരണം അദ്ദേഹത്തിൻ്റെ ഒരു മനോമുഖരത്തിൽ തെളിഞ്ഞ ഒരാശയമായിരുന്നു. അത് മരണം വരെ അദ്ദേഹം അതിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അത് ഈ നാട്ടിലെ ഒത്തിരി പേർക്ക് വളരെയേറെ സഹായകരമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അദ്ദേഹം മുട്ടത്ത് ഉള്ള റൈഫിൾ ക്ലബിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ധാരാളം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. അവിടെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഈ നാടിൻ്റെ വികസനത്തിന് വിവിധങ്ങളായ രീതിയിൽ അദ്ദേഹം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 2 വർഷം മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. അപകടകരമായ രോഗം അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
എങ്കിലും അദ്ദേഹം നിരാശനാകാതെ തൻ്റെ ജോലികൾ അദ്ദേഹം അഹോരാത്രം തുടർന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തനംഗമായിരിക്കുന്ന ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു മുടക്കം വരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. മരണം അത് എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. മരണത്തെ ഭയപ്പെട്ട് അകത്ത് കയറിയിരിക്കാതെ അദ്ദേഹം സമൂഹത്തിൽ സജീവമായി പ്രവർത്തിച്ചു. തനിക്കത് വന്നല്ലോ എന്നുള്ള ഒരു നിരാശയോ അല്ലെങ്കിൽ തന്നെയോ മറ്റുള്ളവരെയോ ശപിക്കുന്നതായ ഒരു മനോഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. തീർത്തും പ്രത്യാശയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ സത്യവിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചത്. നമുക്കറിയാം, ഈശോയുടെ വാഗ്ദാനമാണ് ജോയിച്ചേട്ടൻ പൂർത്തിയായിരിക്കുന്നത്. അന്ത്യ താഴ്വേളയിൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ ഒരു പ്രത്യാശയോടുകൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ജോയിച്ചേട്ടനും ഏറെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്ന വ്യക്തിയാണ്. ജോയിച്ചേട്ടനായി സ്ഥലമൊരുക്കി കഴിഞ്ഞപ്പോൾ ഈശോ ജോയിച്ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം മരിച്ചുപോയി എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നു ദൈവപിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഏതാനും കാലം നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി നമ്മുടെ സ്നേഹിതനായി നമ്മുടെ എല്ലാവരും സന്തോഷമായി അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോയി. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്, പ്രത്യാശയുടേതായ ജീവിതമാണ് അദ്ദേഹം നമുക്ക് മാതൃകയായി നൽകിയിട്ടുള്ളത്. നമ്മളെല്ലാവരും എന്നറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു ശവമഞ്ചത്തിൽ കിടക്കേണ്ടവരാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആ നല്ല വാഗ്ദാനം നമുക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നും അപ്പോൾ അവിടുത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്ന് ഈ വർഷത്തിലേക്കും പോകാനായിട്ട് വഴി അനുവദിക്കപ്പെടുക്കണമെന്ന് പ്രത്യേകം വിളിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ചരമവാർത്ത. കലയന്താനി പുള്ളോലിക്കൽ ജോർജ് ജോസഫ് US നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം 23 തിങ്കൾ 10:30 കൊളംബസിൽ. ഭാര്യ റൂബിൾ, കോതമംഗലം കാരക്കൊമ്പിൽ കുടുംബാംഗം. മക്കൾ ഏഞ്ചൽ, ആൻസിൻ, അന്നാബെൻ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ഇടുക്കി ജില്ലയിലും തുടക്കമായി. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ചേർന്ന് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ നടത്തിയ ശുചീകരണ പ്ലാസ്റ്റിക് ശേഖരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജീന അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ശുചിത്വം, പ്ലാസ്റ്റിക് ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ ഏകോപിപ്പിക്കുക, ശ്രമദാന പ്രവർത്തനങ്ങളിലൂടെ സമ്പൂർണ്ണ ശുചീകരണ പ്ലാസ്റ്റിക് ശേഖരണ പരിപാടികൾ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന് ജില്ലയിലും തുടക്കമായി. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ചേർന്ന് മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ നടത്തിയ ശുചീകരണ പ്ലാസ്റ്റിക് ശേഖരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ തരംതിരിച്ച് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളെ തരംതിരിച്ചുകൊണ്ട് അത് അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി പഞ്ചായത്തുകൾ കൈമാറുകയും ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒരു പരിധിവരെ തടയുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നടക്കുകയാണ്. ഇവിടെ കുട്ടികളെ സംഘടിപ്പിച്ച് നമുക്കറിയാം NSS വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്ന തലമുറയാണ്. അവരിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുള്ളതും അവർ നടത്തി വരുന്നതും. ഇതിനു മുൻപ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ട ഈ NSS മണക്കാട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജീന അനിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ സച്ചിൻ S ആമുഖ പ്രസംഗം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ MP സിന്ധുമോൾ, സ്കൂൾ PTA മുൻ പ്രസിഡന്റ് അനൂപ് S, വൈസ് പ്രസിഡന്റ് അനൂപ് G നായർ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറി N രവീന്ദ്രൻ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ ആശാമോൾ KR നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇടുക്കി ജില്ലാ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 24, 25, 26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഈ ചെല്ലാൻ അദാലത്ത് സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലാ DCRB ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ വച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ അടയ്ക്കാവുന്നതാണ്. കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും 2021 മുതൽ ഈ ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ യഥാസമയം പിഴയടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിൽ ഉള്ളതുമായ ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെ എല്ലാ ചെല്ലാനുകളും പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകുവാൻ വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇമേജ് പരിസ്ഥിതി മിത്ര അവാർഡ് പൂമാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചു. പാലക്കാട് കഞ്ചിക്കോട്ട് ചേർന്ന യോഗത്തിൽ വെച്ച് പൂമാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BSNL തൊടുപുഴയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 2 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തിയത്. സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ താരം ജോജി മുണ്ടക്കയം നിർവഹിച്ചു. കോതമംഗലത്ത് പുതിയതായി അനുവദിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തന സജ്ജമായി. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. BSNL 25ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം കോതമംഗലം BRCയുടെ നേതൃത്വത്തിൽ ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കോതമംഗലം ടൗൺ യൂണിറ്റ്
ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി. പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.